PSLV C56 DSR മിഷൻ PSLV-C56 DSR മിഷൻ ISR വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 30-നാണെന്ന് ഓർത്തിരിക്കുക. 2023 ജൂലൈ 30-നാണ് PSLV-C56 DSR എന്ന മിഷൻ ISR വിക്ഷേപിക്കുന്നത്. ഈ മിഷനുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇത് NSIL അഥവാ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ISROയുടെ കൊമേഴ്ഷ്യൽ ആം, ISROയുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അഥവാ വാണിജ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് 2019 വന്ന ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്പേസ് ഏജൻസിയുമായിട്ട് നടത്തിയിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് വിക്ഷേപിക്കുന്നത്. ഇത് NSILൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് മിഷനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ മിഷനുമായി ബന്ധപ്പെട്ടിട്ട് 7 ഉപഗ്രഹങ്ങളാണ് നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഏകദേശം 535 കിലോമീറ്റർ അകലെയുള്ള ലോ എർത്ത് ഓർബിറ്റിലാണ് ഇത് എത്തിച്ചത്. ഓക്കെ, ഈ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള DSR എന്നൊരു സാറ്റലൈറ്റും അഡീഷണലായിട്ട് 6 കോ പാസഞ്ചർ കസ്റ്റമർ സാറ്റലൈറ്റുകളുമാണ് ഇതും ഭാഗമായിട്ട് എത്തിച്ചത്. ഈ സാറ്റലൈറ്റുകളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടില്ല, എങ്കിലും പേരൊന്ന് വായിക്കാം. DSR, ആർക്കേഡ്, വെലോക്സ് AM, സ്കൂബ് 2, ORB2, സ്ട്രൈഡർ, ഗാലക്സിയ, നുള്ളിയോൺ എന്നിങ്ങനെയായിട്ടുള്ള സാറ്റലൈറ്റുകളാണ് ഇത് വിക്ഷേപിച്ചത്. ഇന്ത്യയുടേതല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് അധികം കൊടുക്കേണ്ടതായിട്ടില്ല. ഇതിൽ പ്രധാനമായിട്ടും ഈ മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് PSLVയുടേത് 58th ഫ്ലൈറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. 17th ഫ്ലൈറ്റ് ഓഫ് PSLV കോറലോൺ കോൺഫിഗറേഷൻ അല്ലേ. എന്താണ് കോറലോൺ വേരിയൻറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ മിഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ, അതായത് PSLV C55മായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. PSLVയുടെ വ്യത്യസ്തമായിട്ടുള്ള വേരിയൻറ്റുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ കോറലോൺ വേരിയൻറ്റിൻ്റെ 17th ഫ്ലൈറ്റാണിതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 58ാമത് മിഷനാണ്, 58ാമത് വിക്ഷേപണമാണ് PSLVയുടേത് മാത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇത് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതലായിട്ട് പഠിക്കാനുള്ളൂ.